everyone. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻസേർട്ടിങ് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. എങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സിനെ രണ്ട് ഇറാഷണൽ നമ്പേഴ്സിന് ഇടയിൽ ആഡ് ചെയ്തു. ഓക്കെ, അപ്പം അധികം കുട്ടികൾക്കും കൺഫ്യൂഷൻ വരുന്നൊരു പാർട്ടാണിത്. സാധാരണ രണ്ട് നമ്പറിൻ്റെ ഇടയിൽ വേറെ രണ്ട് നമ്പേഴ്സോ കൂടുതൽ നമ്പേഴ്സോ ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കണ്ടുവരുന്നത് കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്നതാണ് കുട്ടികൾ. പക്ഷേ ഇന്ന് നമ്മളൊരു ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു തെറ്റും കൂടാതെ നിങ്ങൾക്ക് എക്സാമിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻസേർട്ട് എ റാഷണൽ നമ്പർ ആൻഡ് ആൻ ഇറാഷണൽ നമ്പർ ബിറ്റ്വീൻ 3 and 4. 3ൻ്റെയും 4ൻ്റെയും ഇടയിൽ ഒരു ഇറാഷണൽ നമ്പർ ഇൻസേർട്ട് ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? 3ൻ്റെയും 4ൻ്റെയും ഇടയിൽ ഒരു റാഷണലും ഒരു ഇറാഷണൽ നമ്പറും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ അതിൻ്റെ ഒരു ജനറൽ റൂൾ നോക്കാം, എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൺസിഡർ ചെയ്യുക രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ്, ഒന്ന് എയും ബിയും എന്ന് പറഞ്ഞാൽ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, എ ഇൻറ്റു ബി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവരുത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റൂൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾക്ക് തന്ന രണ്ട് നമ്പേഴ്സും ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഡെസിമൽ വാല്യൂ ആയിരിക്കുമല്ലോ. ഡെസിമൽ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? റാഷണൽ നമ്പറാണ്. അല്ലേ? ഇപ്പോൾ 3യും 4 ആണെങ്കിൽ 3 + 4 7, 7/2. P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഡെസിമൽ എത്ര വരുന്നത്? 3.5 ആണ്. 7ൻ്റെ പകുതി 3.5. അപ്പോൾ നമുക്കൊരു റാഷണൽ നമ്പർ കിട്ടി. ഇനി ഇറാഷണൽ നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് തന്ന വാല്യൂവിൻ്റെ റൂട്ട് എടുക്കുക. 3 × 4, ഫോർ എക്സാമ്പിൾ 3 × 4 അതിൻ്റെ റൂട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് √12 എന്നാണ്, അല്ലേ? √12. അപ്പോൾ √12 നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4ന് നമുക്ക് 2 × 2 എന്ന് എഴുതിക്കൂടെ? 2 × 2. അപ്പം പെയർ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനൊന്നിനെ പുറത്തേക്ക് എഴുതിയിട്ട് അകത്ത് എന്ത് എഴുതും? 3. അപ്പം 12 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2√3 എന്ന് എഴുതാം. അതെന്താണ്? ഒരു ഇറാഷണൽ നമ്പറാണ് വരുന്നത്, ഇറാഷണൽ നമ്പർ. ഓക്കെ, അപ്പം റൂളാണ് നേരത്തെ നമ്മൾ മുകളിൽ എഴുതിയത്. അപ്പം ആ റൂള് പ്രകാരം നമുക്ക് ഈ പ്രോബ്ലത്തിൽ റാഷണൽ നമ്പർ എങ്ങനെ എഴുതാം? 3 + 4/2 = 7/2. 7/2 P/Q ഫോമാണ്, റാഷണൽ നമ്പർ അല്ലേ? അത് നമുക്ക് ഡെസിമൽ ആക്കി എഴുതുമ്പോൾ 3.5. ഓക്കെ, ഈ റാഷണൽ പിന്നെ ഞാൻ അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അവിടെ 12 നമുക്ക് എങ്ങനെ എഴുതി? 3 × 2 × 2 എന്ന് എഴുതി. അതിന്ന് ഒരു 2, അല്ലേ? ഒരു പെയർ ഉണ്ടെങ്കിൽ അതിനൊരു 2 പുറത്തേക്ക് എഴുതി. പെയർ ഇല്ലാത്ത 3 നമ്മൾ എന്ത് ചെയ്ത് ബ്രാക്കറ്റിനകത്ത് ഇതിൻ്റെ റൂട്ടിൻ്റെ താഴെ എഴുതി. അപ്പം ഒരു ഇറാഷണൽ നമ്പർ കിട്ടി. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് 2 ഇറാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 2 and 3. ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. നമ്മൾക്ക് ഇറാഷണൽ നമ്പേഴ്സ് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, റാഷണൽ നമ്പേഴ്സിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എളുപ്പത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് തന്ന രണ്ട് നമ്പേഴ്സ് എടുക്കാം, 2ഉം 3യും. ഈ 2ൻ്റെ സ്ക്വയർ എഴുതി. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. അപ്പോൾ ഇവരുടെ രണ്ടിൻ്റെയും നടുവിൽ നമ്പേഴ്സ് ഇല്ലേ? ഇവരുടെ രണ്ടിൻ്റെ ഇടയിൽ നമ്പേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, അല്ലേ? 5, 6, 7, 8 ഒക്കെ ഇവരുടെ നടുവിൽ വരുന്നുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ഏതെങ്കിലും, നമ്മൾക്ക് ആകെ ചോദിച്ച എത്ര ഇറാഷണൽ നമ്പേഴ്സാണ്? 2 ഇറാഷണൽ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്കതിൽ ഏതെങ്കിലും എടുക്കാം. 5ഉം 6ഉം എഴുതാൻ വേണമെങ്കിൽ 7 എഴുതാൻ പറ്റും. പക്ഷേ 8ൽ നമുക്ക് ഏത് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. 2 നമ്പേഴ്സേ പറഞ്ഞിട്ടുള്ളൂ, അത് രണ്ടും എടുത്ത് √5 and √6 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. Third one, insert 2 rational numbers and 2 irrational numbers between
√3 ആൻഡ് √7. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ ചെയ്യുന്നത് കുറച്ചൊരു വ്യത്യാസമുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ട ഇതിൻ്റെ ഈസി മെത്തേഡ് എന്താ വെച്ചാൽ നമ്മൾ ഏകദേശം √3 ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കണം. √3 അപ്രോക്സിമേറ്റ് വാല്യൂ വരുന്നത് 1.76 ആണ്. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അതേപോലെ √7 അപ്രോക്സിമേറ്റ് വാല്യൂ വരുന്നത് 2.646 ആണ്. ഓക്കെ, 2.646. ഇനി ഇവരുടെ രണ്ടിൻ്റെയും ഇടയിൽ നമുക്ക് എത്ര റാഷണൽ നമ്പേഴ്സ് വേണം? 2 റാഷണൽ നമ്പർ വേണം. 2 ഇർറാഷണൽ നമ്പേഴ്സും നമുക്കിവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. √1.3 1.76. അപ്പോൾ ഇതിൻ്റെ നടുവിൽ നമുക്ക് വേറെ നമ്പേഴ്സൊക്കെ എടുത്തൂടെ? 2 എടുക്കാം, 2.5 എടുക്കാം അല്ലേ? 2ഉം 2.5 ഒക്കെ നമുക്കിവിടെ എടുക്കാൻ പറ്റും. ഇനി ഈ 2ഉം 2.5ഉം നമുക്ക് റാഷണൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ 2/1ഉം 2.5 എന്ന് പറഞ്ഞാൽ 5ന്റെ പകുതിയല്ലേ, 5/2 എന്ന് എടുക്കാം. ഇത് ഒരു മെത്തേഡാണ്. ഇതിൻ്റെ കാട്ടിയും നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്നു. വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ ഇറാഷണൽ നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഇടയിലുള്ള ഇറാഷണൽ നമ്പേഴ്സ് ഏതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ √3ൻ്റെയും √7ൻ്റെയും നടുവിലുള്ള നമ്പേഴ്സ് ഇല്ലേ? ഇനിയും √4 ഉണ്ട്, √5 ഉണ്ട്, √6 ഉണ്ട്. പക്ഷേ √4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് അത് നമ്മൾ എടുക്കില്ല. നമുക്ക് വേണ്ട ഇറാഷണൽ നമ്പർ അല്ലേ? അപ്പോൾ അതിലൊരു റാഷണൽ നമ്പർ ഏതെടുക്കുക? √5 എടുക്കാം. വേറെ ഇറാഷണൽ നമ്പർ √6 എടുക്കാം. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് 2 ഇറാഷണൽ നമ്പേഴ്സ് കിട്ടിയില്ലേ? √3ൻ്റെ √7ൻ്റെ നടുവിൽ ഏതാ? √5ഉം √6ഉം ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ മുകളിൽ ചെയ്ത എന്താ? ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എടുത്ത് ആ അപ്രോക്സിമേറ്റ് വാല്യൂവിൻ്റെ നടുവിലുള്ള 2 നമുക്ക് പരിചയമുള്ള നമ്പേഴ്സ് എടുക്കും. 1.77 1.78 ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന 2 നമ്പേഴ്സ് 2ഉം 1.76 റൗണ്ട് ഓഫ് ചെയ്താൽ ഇത് 2 ആവില്ലേ? അതേപോലെ നമുക്കിവിടെ എളുപ്പം 2.5 ആയതുകൊണ്ട് 2.5 എടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് 2. അതിൻ്റെ മുമ്പുള്ള നമ്പേഴ്സൊക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി വേറൊരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ √3നെ നമ്മൾ 1.7 എഴുതാം. അതേപോലെ √7നെ 2.6 എഴുതാം. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ മാത്രം എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിനെ ഇൻറ്റു 10 ചെയ്യാം. എവിടെയും ഇൻറ്റു 10 ചെയ്തു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ടിപ്പ് ഫോർ ഫൈൻഡിങ് റാഷണൽ നമ്പേഴ്സ് മാത്രമാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. റാഷണൽ നമ്പേഴ്സ് മാത്രം കണ്ടുപിടിക്കാനുള്ള ഒരു ടിപ്പാണ്. ഓക്കെ, ഇറാഷണൽ എളുപ്പമല്ല. ഇറാഷണൽ നമ്മൾ എന്താ ചെയ്ത് 2 നമ്പേഴ്സ് എഴുതി അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഇറാഷണൽ നമ്പർ റൂട്ട് വരുന്ന നമ്പർ എടുത്ത്. ഓക്കെ, അപ്പോൾ ഇനി റാഷണൽ നമ്പേഴ്സ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ എളുപ്പവഴി ഇതാണ്. അതിന് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വരുന്ന രീതിയിൽ നിങ്ങൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 1.7 × 10 ചെയ്താൽ നിങ്ങൾക്ക് 170 എന്ന് കിട്ടും. ആ 0.0 നമ്മൾ ഇടാറില്ല, അത് ഒഴിവാക്കി 17 കിട്ടി. 2.6 × 10 എന്ന് പറഞ്ഞാൽ 260 എന്ന് വരും. അതായത് പോയിന്റ് കഴിഞ്ഞാൽ ഒരു നമ്പർ, അതായത് 26.0, അതും നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് ഒഴിവാക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൻ്റെ നടുവിൽ 17 26 നടുവിൽ വേറെ കുറേ നമ്പേഴ്സ് ഇല്ലേ? 18 ഉണ്ട്, 19 ഉണ്ട്, 20 ഉണ്ട്, 21, 22, 23, 24, 25. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതാം? അത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്താ ചെയ്ത് ഫസ്റ്റ് 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇനി നേരെ തിരിച്ച് ചെയ്യാം. ഇതിൽ 2 നമ്പേഴ്സ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഒന്ന് 20 ആൻഡ് 22. 20യും 22 ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് 10 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 2 അല്ലേ? 0 കട്ട് ചെയ്ത് 2 ആയി. 22നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോയിന്റിന് ഒരു 0 വരുന്നുണ്ട്. നിങ്ങൾ പോയിന്റ് ഇടുമ്പം ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വരാൻ പാടുള്ളൂ. അപ്പം 2ഉം 2.2. ഓക്കെ, 2ഉം 2.2. നിങ്ങൾക്ക് 2.5 ആക്കാം, 2.4 ആക്കാം, നിങ്ങൾക്ക് ഏത് വേണം എടുക്കാം.
ഓക്കെ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള 2 നമ്പേഴ്സ് എടുത്തെന്ന് മാത്രം. ഇതാണ് ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡ്. പക്ഷേ ഒരു കാര്യം, ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ മാത്രമേ ഇത് മൾട്ടിപ്ലൈഡ് ബൈ 10 അല്ലെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ 100 നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ടോപ്പിക് എന്താ? തന്ന നമ്പേഴ്സ് ഒരു റാഷണൽ നമ്പർ ആണോ ഇറാഷണൽ നമ്പർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ മാത്രമാണ്. ഓക്കെ, റാഷണലോ ഇറാഷണലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫസ്റ്റ് നമ്പർ 3 + √2 the whole square. 3 + √2 the whole square. അപ്പം എല്ലാവരും a + b whole square എന്ന് പറയുന്ന ഐഡന്റിറ്റി പഠിച്ചല്ലേ? a + b whole square എന്ന ഐഡന്റിറ്റി നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താ? a² + 2ab + b² എന്നാണ്. അപ്പം നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ a ആരാണ്? 3 ആണ്. ഇവിടെ b ആരാ? √2 ആണ്. ഓക്കെ, അപ്പൊ ഇത് 3 + √2 the whole square ആണ്. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 3² + 2 into 3 into √2, 2 into a into b, 2 3s are 6, 6 into √2, 6 √2 9, 6 √2 plus b square, √2ന്റെ സ്ക്വയർ എത്രയാണ്? 2 ആണ്. 3² plus 6 √2 plus 2. ഇനി √2 സ്ക്വയറിന് എഴുതാപ്പോൾ തൽക്കാലം ഇവിടെ 3² 9 plus 6 √2 plus 4. ഇനി ഇതിനൊന്നും കൂടി ചെറുതാക്കി കഴിഞ്ഞാൽ 9 + 4 13. 2 ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്യുക. അപ്പോൾ 13 കിട്ടി. 13 + 6 √2 എന്നാണ് ഇതിന്റെ ആൻസർ. അപ്പം ഇവിടെ റൂട്ട് വരുന്നുണ്ട്. ഇതൊരു റാഷണൽ നമ്പർ ആണോ ഇറാഷണൽ നമ്പർ ആണോ? എന്ത് ടൈപ്പ് നമ്പർ ആണിത്? ഇസ് ഇറ്റ് റാഷണൽ നമ്പർ ഓർ ഇറാഷണൽ നമ്പർ? റൂട്ട് വരുന്നുണ്ട്. ഏത് ടൈപ്പ് നമ്പറാ? എന്താണിത്? ഇറാഷണൽ നമ്പർ. ഓക്കെ, ഇറാഷണൽ നമ്പർ ആണത്. ഇറാഷണൽ നമ്പർ. ഇവിടെ റൂട്ട്. ഓക്കെ, ഇവിടെ 4 അല്ല, സോറി, ഇവിടെ 2 ആണ്. √2ന്റെ സ്ക്വയർ, സോറി. 11 + 6 √2 എന്നാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, the first one. Second question, 3 + √3 into 3 - √3. അപ്പോൾ ഇത് a + b into a - b എന്ന് പറയുന്ന ഒരു ഫോമിലാണ് ഉള്ളത്. അപ്പോൾ a + b into a - b എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി നിങ്ങൾ എന്താ പഠിച്ചത്? a² - b² എന്നാണ്. അപ്പോൾ ഇവിടെ a 3 ആണ്. അപ്പോൾ 3ന്റെ സ്ക്വയർ മൈനസ് b √3 ആണ്. √3ന്റെ സ്ക്വയർ. 3² 9 ആണ്. മൈനസ് √3ന്റെ സ്ക്വയർ 3 ആണ്. 9 - 3 is 6. അല്ലെ, 6 ആണ്. പക്ഷെ 6 എന്ത് ടൈപ്പ് ആണ്? റാഷണൽ നമ്പർ ആണ്. ഫസ്റ്റ് വൺ ഇസ് ആൻ ഇറാഷണൽ നമ്പർ ആൻഡ് സെക്കൻഡ് വൺ ഇസ് എ റാഷണൽ നമ്പർ. ഇനി തേർഡ് വൺ 6/√3. അപ്പൊ നമ്മൾ മാത്സ് അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റൂൾ എന്താ വെച്ചാൽ, ഒരിക്കലും ഒരു നമ്പറിന്റെ ഡിനോമിനേറ്റർ എന്താവരുത്? ഒരു സ്ക്വയർ റൂട്ട് ഇറാഷണൽ നമ്പർ ആവരുത്. അപ്പൊ ഈ ഇറാഷണൽ നമ്പറിനെ റാഷണൽ ആക്കാൻ നമ്മൾ റാഷണലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് പഠിച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ √3നെ ആ റൂട്ട് പോക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ നമ്മളിവിടെ √3 into √3 എന്തായി? 3 ആയില്ലേ? അപ്പൊ ഈ √3ന്റെ റൂട്ട് പോക്കാൻ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനും ആ √3 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യാം. എന്നാൽ താഴത്തുള്ള റൂട്ട് പോവില്ലേ? അപ്പൊ അതാണ് വഴി. ഏത് നമ്പറിന്റെ റൂട്ടാണുള്ളത് അതേ നമ്പർ കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും രണ്ടിനും ഇൻറ്റു ചെയ്യണം. അപ്പോൾ 6 into √3 6 √3 √3 into √3 3/9. ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് ചെറുതാക്കാം. 6 ഉണ്ട്, ഇവിടെ 3 ഉണ്ട് അല്ലേ? 3 6ൽ എത്ര ടൈംസ് പോകും? 2 ടൈംസ് പോകും. അപ്പം നിങ്ങളുടെ ആൻസർ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക എന്താണ്? 2√3 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ വരുന്നത്. അപ്പോൾ അത് ശരിക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അപ്പം
നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ട്രിക്കി ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാൻ പഠിക്കും. 3√2നും 2√3 പോലത്തെ നമ്പേഴ്സിനെ എങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യും, അതിനെങ്ങനെ സോൾവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു ഓൾ ഓഫ് യു.